ഇപ്പണ്ട് മനസാക്ഷിക്കെതിരെന്ന് പണ്ട് ഉമർ മൗലവിന്റെ എഴുതിയിട്ട് നടക്കണ്. എന്താ സംഗതി അറിയോ? ഉമർ മൗലവി 84 ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം എഴുതിയിട്ട് ഇബ്നു ബാസിന് അയച്ചു കൊടുത്തു. ഇബ്നു ബാസ് അത് സ്വീകരിച്ചു. അപ്പം അതിൻ്റെ ഒരു കോപ്പി അവിടെ പഠിക്കുന്ന മടവൂരിന് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. അദ്ദേഹം തിരിച്ചയച്ചു. മൗലവി പറയുന്നത് എന്നെ ആക്ഷേപിച്ചുകൊണ്ട് എഴുതിന. ഇപ്പം മടവൂരിയുടെ മെയിലിൽ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലായൊരർത്ഥം എഴുതീൻ. മനസ്സിലാകാത്ത പ്രായമായിരിക്കുമല്ലോ, അഫ്ദൽമി കഴിഞ്ഞ് പോയിട്ടേ. എന്നിട്ട് ഇപ്പം ചോദിക്കണം എന്താ വെച്ചാൽ 84 അപ്പോൾ ഇദ്ദേഹം അഹ്വാനിയാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായിട്ടുണ്ട് എന്ന് ഉമർ മൗലവി പറഞ്ഞു എന്നാണ്. ഇപ്പം അവർ ചോദിക്കണു, അങ്ങനെയാണെങ്കിൽ ഈ മർക്കസ് ദേവന്റെ ഉദ്ഘാടനത്തിന് മൂപ്പര് വന്നല്ലോ, പിന്നെ മർക്കസ് ദേവിൽ ക്ലാസ് എടുക്കാൻ വന്നല്ലോ, ഹുസൈൻ മടവൂർ പ്രസിഡന്റ് ആയപ്പോൾ പ്രശംസിച്ചല്ലോ, പിന്നെ എന്തിനാ 99 അദ്ദേഹം ഇഖ്വാനിയാണെന്ന് എനിക്ക് 84 അറിയാന്ന് പറഞ്ഞത്? കണ്ടോ? ഇപ്പൊ ഇവര് ചോദിക്കണ പോലെ MD വിഷനൊക്കെ ചോദിക്കണ്ടല്ലോ. 2007 തന്നെ മനസ്സിലായെങ്കിൽ പിന്നെ 2012 എന്തിനാ കാത്തിരുന്നത്? അന്ന് തന്നെ പുറത്തായി കൂടായിരുന്നോ? 84 തന്നെ ഉമർ മൗലവിക്ക് മനസ്സിലായെങ്കിൽ 93 വരെ എന്തിനാ കാത്തിരുന്നത്? പിന്നെന്തിനാ ISM പ്രസിഡന്റ് ആക്കിയത്? പിന്നെന്തിനാ മർക്കസ് ദേവിയുടെ ഉദ്ഘാടനത്തിന് ഉമർ മൗലവി പോയത്? ഇത് രണ്ടും ഈക്വല. മടവൂരിസവും ജിന്നുവാദവും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അന്ന് അവരെന്ത് വാദിച്ചോ അതാണ് ഇന്ന് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മടവൂരികൾ പുറത്തു പോയിട്ട് എന്ത് വാദിച്ചോ ആ വാദം തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മാന്യ സഹോദരങ്ങളെ, അന്ന് ഉമർ മൗലവിയുടെ കാര്യത്തിൽ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി ഇന്ന് ഇദ്ദേഹത്തിനും ഫിറ്റാ. കേട്ടോളൂ. അതന്നെ വഞ്ചനയാണ്. ഹുസൈൻ മടവൂരിന്റെ വഞ്ചനയാണ് അവിടെ തെളിയുന്നത്. ഇവിടെ അവരുടെ വഞ്ചനയാ തെളിയണേ. എങ്ങനെയെന്നുള്ളത് വ്യക്തമാക്കി തരാം. 84 ഇയാൾ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ വന്നിട്ട് ISM പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. KPന്റെ ഒക്കെ മുമ്പിൽ വന്നിട്ട് സമ്മതിച്ച്. ഇതുപോലെ തന്നെ ജമിയത്തുൽ വിളിച്ചപ്പോൾ ഇദ്ദേഹം ശിർക്കാന്ന് സംഭവിച്ചു. പുറത്തിറങ്ങിയിട്ട് ശിർക്കല്ല എന്ന് പ്രസംഗിച്ചു. മനസ്സിലായോ? ഇതാണ് വ്യത്യാസം. ഈ ഇദ്ദേഹത്തെ വിളിപ്പിക്കുമ്പോഴൊക്കെ ജിന്നോട് സാധനയുടെ ശിർക്കാണ്. ജമിയത്തുൽ മുന്നിൽ എഴുതി ഒപ്പിടാൻ പറഞ്ഞാൽ അവിടെയൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കും. പിന്നെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് അയ്യൊപ്പനൊപ്പാട് ഇത്. അതാ വഞ്ചന എന്ന് പറഞ്ഞത്. എൻ്റെ മനസ്സിൽ വിശ്വാസമില്ല, അത് ഒപ്പിട്ടാണ് എന്ന് പറഞ്ഞു. ശിർക്കാണെന്ന് എൻ്റെ മനസ്സിൽ ഒപ്പില്ല, പിന്നെ എൻ്റെ മനസ്സിൽ വിശ്വാസമില്ല, എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ധരിച്ചിട്ടില്ല. ജിന്നിനോട് ഭൗതിക സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പുറത്തിറങ്ങി അദ്ദേഹം പറഞ്ഞു. ജമിയത്തുലമ വന്നിട്ട് ശിർക്കാന്ന് ഒപ്പിട്ട് കൊടുത്തു. പണ്ട് ഹുസൈൻ മടവൂരി ചെയ്തപോലെ അദ്ദേഹം ഇഖ്വാനിസൊക്കെ മനസ്സിൽ വെച്ചു. എന്നിട്ട് KPയുടെ മുന്നിലൊക്കെ വെച്ച് APയുടെ മുന്നിൽ വന്ന് നല്ല പിള്ളയായി അങ്ങനെ പോയി. അപ്പം എന്തായി? KPയും ഉമർ മൗലവിയും എല്ലാവരും മനസ്സിലാക്കി. ഈ KK വരെ പറഞ്ഞു. അപ്പം ഇയാളില്ലാത്ത യോഗത്തിലാണ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത്. അപ്പം അയാൾ ഇങ്ങനെ ബലം പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാകാൻ പറ്റില്ല എന്നൊക്കെ KK പറഞ്ഞു. അവൻ്റെ പിന്നാലെ അത്ര നടക്കണം, പോണ പാട്ട് പോട്ടെ എന്ന് KK വരെ പറഞ്ഞതാ. അപ്പോൾ അല്ല, ശരിയായി, എല്ലാം നമ്മൾ KNMന്റെ ആദർശമൊക്കെ അംഗീകരിച്ചുകൊണ്ട് ISM പ്രസിഡന്റ് ആയപ്പോൾ മൗലവി വിചാരിച്ചു, ഓ ചെറുക്കൻ നന്നായിപ്പോയി. ഇതുപോലെ മൂപ്പര് വന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തൊക്കെ പോളാണ്ടപ്പോൾ ഇവരൊക്കെ വിചാരിച്ചെന്ത്, ചെക്കൻ നന്നായി. പക്ഷെ ചെക്കൻ നന്നാവൂല. നന്നാകാൻ ചെക്കന് തീരുമാനമില്ല. അങ്ങനെ ആയി. പിന്നെന്തായി? പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇത് രണ്ടും ഒന്നാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പുറത്തുപോകാനൊക്കെ അങ്ങനെ തന്നെ പുറത്തു പോയത്. കാരണം വെച്ചാൽ ഇവിടെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനോട് യോജിക്കാൻ കഴിയാത്തൊരു പുറത്തുകൊണ്ട് വരും. അങ്ങനെ പുറത്തു പോയതാണ് കേട്ടോ. എന്നുള്ള നിലക്ക് മർക്കസ് ദേവോദ്ഘാടനത്തിന് പോയി, ക്ലാസ്സുകൾക്കൊക്കെ പോയി സഹകരിച്ച് അങ്ങനെ പോന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സ്വഭാവം ഇങ്ങനെ വ്യക്തമാകാൻ തുടങ്ങിയപ്പോൾ 84 അന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഇപ്പം മാറിയിട്ടില്ല, ഇപ്പം ഉള്ളിലുപ്പോഴും അതന്നെയാണ് പിന്നീട് തുറന്നു പറഞ്ഞു. അതാ സംഭവിച്ചത്. അതല്ലേ ഇവിടെ സംഭവിച്ചത് കേട്ടോ. അപ്പോൾ കേരള ജമിയത്തുൽ ഉലമയുടെ മുന്നിൽ വരുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ ശിർക്കാണ് എന്നെഴുതി ഒപ്പിട്ട് തരും. എന്നാലോ പുറത്തു പോയി അതിനെതിരെ പറയും. അപ്പോൾ ഇദ്ദേഹം നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ അങ്ങനെ അദ്ദേഹത്തിന് വാദമില്ല എന്ന് പറയും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയും.